ഹിസ്ബുള്ള മുതിർന്ന നേതാവിന്റെ തലയെടുത്ത കലിപ്പിൽ ഇസ്രയേലിനെ കത്തിക്കാനിറങ്ങിയ തീവ്രവാദ ഗ്രൂപ്പിനെ മുച്ചൂടും കത്തിക്കുകയാണ് IDF. ഇറാനും ഹിസ്ബുള്ളയും ചേർന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖരെ കൊല്ലാൻ പദ്ധതി ഒരുക്കുന്നതിനുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ റദ്വാൻ സേന കമാൻഡറുടെ തല പിളർന്നാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. ഇറാനെയും അവരുടെ നിഴൽ സേനയ്ക്കുമെതിരെ കനത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇസ്രയേൽ. ഇസ്രയേലിനെതിരെ ആക്രമണം ശക്തമാക്കും എന്ന ഇറാന്റെ ഭീഷണി നിലനിൽക്കെയാണ് കനത്ത ആക്രമണം IDF നടത്തുന്നത്. വടക്കൻ ഇസ്രയേലിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുന്ന ഹിസ്ബുള്ളയുടെ റദ്വാൻ ഫോഴ്സിനെ ഛിന്ന ഭിന്നമാക്കി IDF. ലെബനൻ പട്ടണത്തിലെ ഒരു കെട്ടിടത്തിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ ഫോഴ്സിലെ ഓപ്പറേഷൻ യൂണിറ്റ് കമാൻഡർ അലി ജാഫർ മാത്തുക്കിന്റെ തലയെടുത്തു. കൂടാതെ ഹാജിർ മേഖലയിലെ റദ്വാൻ സേനയുടെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള അഡീഷണൽ കമാൻഡർ ഹുസൈൻ ഇബ്രാഹിമും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ടൈർ മേഖലയിലൂടെ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുമ്പോഴാണ് ഹുസൈന് നേരെ ഇസ്രയേലി ഡ്രോൺ ബോംബ് വർഷം ഉണ്ടായത്. ഇതിനിടെ തെക്കൻ ലെബനനിലെ നബാത്തിയയ്ക്ക് സമീപം ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോയും ഇസ്രയേൽ ബോംബിട്ടു തകർത്തിട്ടുണ്ട്. ഇതിൽ 10 പേർ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നേരത്തെ ഹമാസ് മുൻ തലവൻ ഇസ്മയിൽ ഹനിയെ, ഹിസ്ബുള്ള ഉന്നത കമാൻഡർ ഫൗദ് ഷുക്കർ എന്നിവരെ ഇസ്രയേൽ ജൂലൈയിൽ വധിച്ചിരുന്നു. ഇതിന്റെ തിരിച്ചടിയായി ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാനും ഹിസ്ബുള്ളയും ഒരുങ്ങുന്നതിനിടെയാണ് കനത്ത ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇസ്രയേലും ഹിസ്ബുള്ളയും മാസങ്ങളായി ഘോരയുദ്ധത്തിലാണ്. ഹിസ്ബുള്ളയ്ക്കെതിരെ IDF തുടർച്ചയായി തിരിച്ചടി കൊടുക്കുകയാണ് ഇപ്പോൾ. അലി ജാഫർ മാതുക്കിനെ പോലുള്ള മുതിർന്ന കമാൻഡർമാരുടെ ഒരു പരമ്പരയ്ക്കൊപ്പം 100 കണക്കിന് ജൂനിയർ പ്രവർത്തകരെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഏപ്രിൽ 8-ന് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട റദ്വാൻ ഫോഴ്സ് കമാൻഡർ അലി ഹാസിന് പകരക്കാരനായി മാതുക്ക് എത്തിയിരുന്നതായി സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞിരുന്നു. ആ തലയും IDF കൊയ്തെടുത്തു. ആയിരക്കണക്കിന് പോരാളികളുടെ എലൈറ്റ് ഹിസ്ബുള്ള യൂണിറ്റായ റദ്വാൻ ഫോഴ്സ് 2006-ലാണ് സ്ഥാപിതമായത്. തുടക്കത്തിൽ ഈ യൂണിറ്റിന് ദ്രുത ഇടപെടൽ സേന എന്ന് പേരിട്ടിരുന്നുവെങ്കിലും 2008-ൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവായ ഇമാദ് മുഗ്നിയയെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ഈ യൂണിറ്റിന് പുനർനാമകരണം ചെയ്യുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 9 മാസങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 8 മുതൽ ഇസ്രയേലും അയൽരാജ്യമായ ലെബനനിലെ സായുധ സംഘം ഹിസ്ബുള്ളയുമായി സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ജൂണിലാണ് ഇത് വീണ്ടുമൊരു തലത്തിലേക്ക് മാറുന്നത്. ഹിസ്ബുള്ളയുടെയും ഇസ്രയേലിന്റെയും ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങളുടെ എണ്ണവും വ്യാപ്തിയും കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. 2006-ന് ശേഷം ലെബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയുമായി ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയാണ് അമേരിക്ക ഉൾപ്പെടെ പ്രവചിച്ചിരിക്കുന്നത്.